തമിഴകത്ത് പഴയകാല ഹിറ്റ് ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുകയാണ്. അജിത്തിന്റെയും വിജയുടെയും രജനീകാന്തിന്റെയും കമൽഹാസന്റെയും ഒക്കെ ചിത്രങ്ങളിൽ റീ റിലീസിനും വൻ വിജയം നേടുന്നുണ്ട്. വിജയുടെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ ഗില്ലിക്ക് റിലീസിന് വൻ വരവേൽപ്പ് ലഭിക്കുമെന്നാണ് സൂചനകൾ. ഇതിനകം വിജയുടെ ഗില്ലിയുടെ 55,520 ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത്. ഇതുവരെയുള്ള ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തൃഷ നായികയായി എത്തിയ വിജയ് ചിത്രമാണ് ഗില്ലി. 2004 പ്രദർശനത്തിനെത്തിയപ്പോൾ 50 കോടി കളക്ഷൻ നേടിയ ദളപതി വിജയുടെ ഗില്ലി ധരണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദളപതി വിജയ് നായകനാകുന്ന ചിത്രം ദ ഗോട്ടാണ് നിലവിൽ ദ്രുതഗതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഗോട്ട് എന്ന വിജയ് സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചത്. ദ ഗോട്ട് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചപ്പോൾ സംവിധായകൻ വെങ്കട് പ്രഭുവും ഒരു അതിഥി കഥാപാത്രമായി വേഷമിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. IPL-ലെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന്റെ ആരാധകനായിട്ടാണ് വെങ്കട് പ്രഭു വേഷമിട്ടത്. കേരളത്തിലെത്തിയ വിജയ്ക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ വാർത്ത വലിയ ചർച്ചയായിരുന്നു. വിജയുടെ ലിയോയാണ് തമിഴ് സിനിമകളിലെ കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ 1-ാം സ്ഥാനത്ത് ഉള്ളത്. 2004 ഏപ്രിൽ 16-നായിരുന്നു ഗില്ലിയുടെ ആദ്യ റിലീസ്. ചിത്രത്തിലെ ഗാനങ്ങളിലൊന്ന് തന്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണെന്ന് വിജയ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചിത്രം ആരാധകർക്ക് മുന്നിലെത്തുമ്പോൾ ഗില്ലിക്ക് 20 വയസ്സാണ്. 8 കോടി ബജറ്റിലെത്തിയ ചിത്രം വിജയുടെ ആദ്യ 50 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ധരണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ പ്രകാശ് രാജ്, ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിദ്യാസാഗറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 200 ദിവസത്തിലധികമാണ് ഗില്ലി പ്രദർശനം നടത്തിയത്. വിജയ് എന്ന നടന്റെ താരമൂല്യം ഉയർന്നതും ഈ സിനിമയ്ക്ക് ശേഷമാണ്. ദളപതി വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോയാണ്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ വിജയുടെ ലിയോ ആകെ 620 കോടി രൂപയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത്. പാർത്ഥിബൻ എന്ന വേറിട്ട നായക കഥാപാത്രമായി ദളപതി വിജയ് നടനെന്ന നിലയിലും ചിത്രത്തിൽ മികച്ച പ്രകടനവുമായി ശ്രദ്ധയാകർഷിച്ചിരുന്നു.